ഹായ്, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ വർഷം എല്ലാവർക്കും എല്ലാ വിജയവും നന്മയും വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ നിന്ന് നമ്മുടെ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയെ കുറിച്ചുള്ള ന്യൂസാണ്. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ തന്നെ റിലയൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ജിയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ IPOയ്ക്ക് ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അത് മുകേഷ് അംബാനിയുടെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള റിലയൻസ് ഗ്രൂപ്പാണ്. അപ്പോൾ അവർ ഏകദേശം 40,000 കോടിയുടെ സമാഹരണമാണ് ഈ പറഞ്ഞ IPOയിൽ കൂടെ ലക്ഷ്യം വെക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. IPO എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ആദ്യമായി ഷെയറുകൾ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് IPO എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു IPO ആയി മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ. അപ്പോൾ ഇതിനു മുമ്പ് ഏറ്റവും വലിയൊരു IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹുണ്ടായ് മോട്ടോഴ്സിൻ്റെ IPO ആയിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് പറയാം, കാരണം താഴോട്ട് വരുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് അവർ പറയുന്നത്, നമുക്കറിയാം മുകേഷ് അംബാനി ഇന്ത്യയുടെ ഏറ്റവും വലിയ വെൽത്തിയായിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റാണ്. അപ്പം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ അല്ലെങ്കിൽ റിലയൻസ് RIL റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അല്ലെങ്കിൽ RILൻ്റെ ഭാഗമായിട്ടുള്ള റിലയൻസ് ജിയോ ഇൻഫോകോം, നമ്മളിടുന്ന ജിയോ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്ക് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ്. പ്രാരംഭ ഓഹരി വിൽപ്പന എന്ന് പറഞ്ഞാൽ IPO എന്നാണ് സാധാരണ എല്ലാവരും അറിയപ്പെടുന്നതല്ല. IPO ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 35,000 മുതൽ 40,000 കോടി രൂപ വരെ സമാഹരിക്കാൻ ഈ IPOയിൽ കൂടെ സാധിക്കും. അപ്പോൾ അങ്ങനെ സമാഹരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വമ്പൻ IPO ഇഷ്യൂ ആയിരിക്കും ഇതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഈ പറഞ്ഞ ഏറ്റവും വലിയ നേട്ടം കൈവരിച്ചത് ഹുണ്ടായ് മോട്ടോഴ്സ് ആയിരുന്നു ഇന്ത്യയുടെ IPO രംഗത്ത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു ചെറിയ രൂപം പറയുകയാണെങ്കിൽ, ഒരു മിനിറ്റ്. എന്നായത് 2022 ഒക്ടോബർ 15 മുതൽ 17 വരെ അവർ IPO ഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഹുണ്ടായുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ഏകദേശം $19 ബില്യൺ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 27,000 കോടിയോളം അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പറഞ്ഞ വാർത്തകൾ പറയുന്നത്. അപ്പം ഇപ്പോൾ നമ്മുടെ റിലയൻസ് ഈ ഒരു നേട്ടം കൈവരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വലിയ IPO ഇഷ്യൂ റിലയൻസിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഹുണ്ടായ് മോട്ടോഴ്സിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ നിലവിലുള്ള ഓഹരി ഉടമകളുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന ഓഫർ ഫോർ സെയിൽ, കൂടാതെ പുതു ഓഹരികളും, അതായത് പ്രീ IPO ഓഫേഴ്സ് ഉണ്ട്, പ്ലേസ്മെന്റ് ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. ഓഫർ ഫോർ സെയിൽ എന്ന് പറയാം, OFS, ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ ഈ നിലനിൽക്കുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയറുകൾ വിൽക്കാനുള്ള ഒരു അവസരമുണ്ട്, അത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ. അപ്പോൾ ഈ വർഷത്തിൻ്റെ ഏകദേശം 2ാം പകുതിയിലാണ് ഇത് IPO നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നാണ് കമ്പനി വൃത്തങ്ങൾ പറയുന്നത്. കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ഫൈനലായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല, എപ്പോൾ എങ്ങനെയെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച്. അപ്പം പുതു ഓഹരികളും OFSഉം എന്തായിരിക്കുമെന്ന് നമുക്കറിയാം. പുതു ഓഹരികൾ എന്ന് പറഞ്ഞാൽ IPO ആണ്, ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളാണ്. അപ്പം ഈ പറഞ്ഞ ന്യൂ ഷെയർസിൻ്റെ വലിപ്പം, സൈസ് എന്താണ്, അതിനനുസരിച്ചിരിക്കും പ്രീ IPO പ്ലേസ്മെന്റ് നടക്കുക എന്നുള്ളത്. പിന്നെ OFS ഫ്രഷ് ഇഷ്യൂ എത്ര വീതം എന്നത് ഇനിയും തീരുമാനിച്ചിട്ടില്ല കമ്പനി. ഏത് ഓഫർ ഫോർ സെയിലും അതുപോലെ തന്നെ IPO എത്രത്തോളം ഷെയറുകളാണ് എത്ര രൂപയ്ക്കാണെന്നുള്ളതിനെ കുറിച്ചുള്ള അതിൻ്റെ സൈസും എമൗണ്ടും അല്ലെങ്കിൽ പ്രൈസും ഇതുവരെ ഫൈനലൈസ് ആയിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തിലെ OFS അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിൽ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിലുള്ള നിക്ഷേപകർക്ക്, അതായത് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഈ പറഞ്ഞ ഓഹരിയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടോ പാർഷ്യലായിട്ടോ, പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടോ അതിനകത്ത് നിന്ന് വിത്ഡ്രോ ചെയ്യാനുള്ള, പിന്മാറാനുള്ള, അവരുടെ ഷെയറുകൾ വിറ്റ് അവർക്കതിനകത്ത് നിന്ന് പിന്മാറാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ സാധ്യത നിലനിൽക്കുന്നുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ അല്ലെങ്കിൽ ഓപ്ഷനായിട്ട് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി 100 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് 100 ഷെയറോ അല്ലെങ്കിൽ 100ൻ്റെ
താഴെയുള്ള ഏതെങ്കിലും പ്രൊപ്പോർഷനോ അദ്ദേഹത്തിന് വിറ്റിട്ട് ആ ഇൻവെസ്റ്ററിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡറിന് വിറ്റിട്ട് പിന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കണ്ടീഷനിൽ നിന്ന് ഒരു ഷെയർ ഹോൾഡർ എന്നുള്ള കണ്ടീഷനിൽ നിന്ന് അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരവസരം നൽകുന്നുണ്ടാണ് ഈ OFS ഓഫർ ഫോർ സെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ വളരെ അട്രാക്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പം നമുക്കറിയാം ജിയോ പ്ലാറ്റ്ഫോംസ് ൻ്റെ കീഴിലാണ് ഈ റിലയൻസ് ജിയോ വരുന്നത്. അപ്പം ഇതിനകത്തിൽ 33% ഓഹരി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന വിദേശ കമ്പനികളുടെ, ഇപ്പോൾ അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, KKR, ഇവിടെ പറയുന്ന മബാല എന്നാണ് പറയുന്നത്. ഈ പറയുന്ന മബാലയല്ല കൃത്യമായിട്ട് അതിനകത്തിൽ നമുക്ക് നോക്കാം, മറ്റൊരു പേരാണ്. ഇവിടെ എന്താണ് പറയുന്നത്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, സിൽവർ ലേക്ക്, അത് പറയുന്നുണ്ട് മുബാദല എന്ന് പറയുന്നത്, മുബാദല, KKR, ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ് 33% ഈ റിലയൻസ് ജിയോയുടെ ഷെയറുകൾ കൈവശം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 2020 റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ ജിയോയുടെ സ്റ്റേക്ക് ഈ പറഞ്ഞ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന് ഏകദേശം $18 ബില്യൺ 2020 വിറ്റു എന്നാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 33% ഓഹരി പങ്കാളിത്തം വിദേശ നിക്ഷേപകരുടെ കയ്യിലാണ്. ബാക്കി 67% മാത്രമേ ഉള്ളൂ മറ്റുള്ള ഇപ്പം റിലയൻസ് ഉൾപ്പെടെയുള്ള അതിൻ്റെ പേരന്റ് ഗ്രൂപ്പായിട്ടുള്ള അവരുടെ കൈകളിൽ നിലനിൽക്കുന്നത്. അപ്പോൾ $1,800 കോടി അതായത് ഏകദേശം $18 ബില്യൺ സമാഹരിച്ചിരുന്നു എന്നാണ് ഈ പറഞ്ഞ 33% ഷെയർ വിറ്റ് $1,800 കോടിയോളം റിലയൻസ് സമാഹരിച്ചു എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പം നിലവിലെ ജിയോയ്ക്ക് പിന്നെ കൽപ്പിച്ചിരിക്കുന്ന മൂല്യം, വിപണി മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $100 ബില്യൺ ആണ്. അത് $120 ബില്യൺ വരെ കണക്കാക്കാൻ സാധിക്കും എന്നും നമുക്ക് ഇതിനകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് പല വ്യത്യസ്തമായിട്ടുള്ള പല ബ്രോക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിസർച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ ഒരു അസസ്മെൻ്റാണ്. ഇപ്പോൾ റിലയൻസ് ജിയോയ്ക്ക് $100 ബില്യൺ വിപണി മൂല്യമുണ്ട് എന്ന് കണക്കാക്കുന്നത്. അപ്പോൾ അത് $120 ബില്യൺ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ഈ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പം ഇത് ഈ വരുന്ന വർഷം തന്നെ രണ്ടാം പകുതിയിൽ ജിയോ ഈ IPO ഓപ്പൺ ചെയ്യും. അപ്പം ഈ പറഞ്ഞ അവരുടെ പ്രതീക്ഷ അനുസരിച്ച് 30,000 മുതൽ 40,000 രൂപ വരെ, 35,000 മുതൽ 40,000 കോടി രൂപ വരെ അവർക്ക് സമാഹരിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രഡിക്ഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷനൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധ്യമാകണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വലിയ IPO ജിയോയുടെ റിലയൻസിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ ഈ വർഷം ഇത് കൂടാതെ തന്നെ ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ടാറ്റ ക്യാപിറ്റൽ, അതുപോലെ തന്നെ നമുക്കറിയാം LG ഇലക്ട്രോണിക്സ് വളരെ പോപ്പുലറായിട്ടുള്ള ബ്രാൻഡും കോർപ്പറേറ്റ് പ്ലെയറുമാണ്. പിന്നെ കൊമേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ലിപ്കാർട്ട് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പറഞ്ഞ കമ്പനികളെല്ലാം തന്നെ ഈ വർഷം അവരുടേതായിട്ടുള്ള IPOയുമായിട്ട് വിപണിയിൽ രംഗത്ത് വരും എന്നുള്ള ഒരു റിപ്പോർട്ടും നമുക്ക് വായിച്ച് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ കോർപ്പറേറ്റ് ന്യൂസ് എന്ന് പറയുന്നത്. രാജ്യത്തെ വമ്പൻ IPOയ്ക്ക് ഒരുങ്ങി മുകേഷ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ്. ലക്ഷ്യം ഏകദേശം 40,000 കോടി രൂപയുടെ സമാഹരണം. പ്രീ IPO പ്ലേസ്മെൻറ്റിനായുള്ള ചർച്ചകൾ നടക്കുന്നതാണ് റിപ്പോർട്ട്. അപ്പം ഫ്രീ ഓഫർ ഫോർ സെയിൽ ഉണ്ട്. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ അവരുടെ ഷെയറുകൾ വിൽക്കാം, ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ, എന്നിട്ട് അതിൽ നിന്ന് അവർക്ക് വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ IPOയും ഉണ്ട്, ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ നമുക്ക് ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ എക്കോണമിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ മണി മാർക്കറ്റിനെ കുറിച്ചുള്ളൊരു വാർത്തയായിട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.